അപ്പോൾ നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് അതിൽ കീം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ കീം ലാസ്റ്റ് റാങ്ക് 2025 എന്ന് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവം വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ നോക്കുമ്പോൾ നമുക്കിതിൽ MBBSൻ്റെയും BDSൻ്റെയും ആയുഷ് കോഴ്സസിൻ്റെയും B.Pharm-ൻ്റെയും നമുക്ക് ഏതാണ് ആവശ്യമെന്ന് നോക്കുക. എന്നിട്ട് സെക്കൻഡ് ഫേസും ഫസ്റ്റ് ഫേസുമാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫേസ്, അപ്പോൾ സെക്കൻഡ് ഫേസ് ആണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഫസ്റ്റ് കോഴ്സ് കിടക്കുന്നത് അത് ഈ 3 കോളേജുകളിലാണ് അതുള്ളത്. അതായത് നമ്മുടെ കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ, ട്രിവാൻഡ്രത്തും അതുപോലെ തന്നെ എറണാകുളത്തെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പറഞ്ഞ കോളേജിലാണ് അതുള്ളത്. അപ്പോൾ എന്നിട്ട് എന്ത് നോക്കണം, ഇതിപ്പോൾ SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ്, EZ എന്ന് പറഞ്ഞാൽ ഇഴവയാണ്, MU എന്ന് പറഞ്ഞാൽ മുസ്ലിം, L എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കത്തോലിക്ക തോന്നുന്നുണ്ട്. പിന്നെ DV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. പിന്നെ VK എന്ന് പറഞ്ഞാൽ വിശ്വകർമ്മ, അങ്ങനെ ഓരോരോ കാറ്റഗറീസാണ്. BH പറയുമ്പോൾ ബാക്ക്വേർഡ് ഹിന്ദുസ്, അങ്ങനെ എന്തൊക്കെ ആണ്. അപ്പോൾ ഇത് ഞാൻ ChatGPT നോക്കിയിട്ടുള്ള അറിവാണ്, എനിക്ക് കാര്യമായിട്ട് ഏതൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾ ഏതിലാണ് വരുന്നത് വെച്ചാൽ അത് നോക്കാം. എന്നിട്ട് അതിൻ്റെ റാങ്ക് നോക്കുക, നിങ്ങളുടെ റാങ്ക് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവില്ല. അപ്പോൾ ഇത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് ഇപ്പോൾ ഈ ഒരു അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷന് കോഴിക്കോട് 12,426 ഉള്ള സ്റ്റേറ്റ് മെറിറ്റ് കുട്ടിക്കാണ് എന്ത് ചെയ്ത് ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെടുന്ന എല്ലാവർക്കും ഈ ഒരു കോഴ്സിന് കിട്ടുമെന്നാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലെല്ലാതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ BTech അഗ്രികൾച്ചർ ആയാലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അപ്പോൾ ഇതൊക്കെ ഈ ഒരു കോളേജസിലൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ ഒക്കെ ഓരോ റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങളും ഈ ഒരു സൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് 2025 പറയുമ്പോൾ നിങ്ങൾക്ക് ഈ 2 സെക്കൻഡ് ഫേസും ഫസ്റ്റ് ഫേസും കിട്ടും. അപ്പോൾ അത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് കൊടുത്ത് നോക്കുമ്പോൾ നമുക്കിങ്ങനെ അലോട്ട്മെൻറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരും. ഇത് ചെറിയ ചേഞ്ച് ഉണ്ട്. ഇതിൽ ആദ്യം CETയുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ കോളേജസിൻ്റെയും ഓരോ ഇത് വരും. ഇത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇത് നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മുടെ നമ്പർ ഉണ്ടാവും, പിന്നെ ഇതിൽ റാങ്ക്, നമ്മുടെ കാറ്റഗറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാവും. സോ ഇതാണ് ആ സംഭവങ്ങൾ. അപ്പോൾ ഇതിലൊരു 1000 ഇതുണ്ട്, സ്ലൈഡുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെടുത്ത് നോക്കിയായിരിക്കും ബെറ്റർ. അപ്പം അത്രയൊക്കെ ഉള്ളൂ, നോക്കി നോക്കുക നിങ്ങൾ. അപ്പം ഞാൻ സ്പോട്ട് അഡ്മിഷൻ വെച്ചിട്ടാണ് നമ്മുടെ കോളേജ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെപ്റ്റംബർ 10, 2025 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ വെച്ചിട്ട് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ജില്ലയിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ ഒരാളും ഈ ചാൻസ് മിസ് ചെയ്ത്. നിങ്ങൾ ഏത് ജില്ലക്കാരാണെങ്കിലും നിങ്ങൾ എവിടെയാണോ സ്പോട്ട് നടക്കണം അവിടെ എന്തായാലും പോയി ചേരണം. ചിലപ്പോൾ നമുക്ക് ചാൻസിൽ കിട്ടിയാലോ, അപ്പോൾ ചാൻസസ് ഒന്നും നമ്മൾ കളയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്പോട്ടിന് കൊടുത്തു. 5 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യണം. 5 മണിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ചേരണം. അപ്പോൾ സ്പോട്ടിൻ്റെ സമയത്ത് ഒരു 10,000-ൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, സ്പോട്ടിന് കൊടുത്തിട്ടുള്ളത്. 9,600 എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നമ്മൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യും. കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 17,700 പിന്നെ ഹോസ്റ്റൽ ഫീസും അങ്ങനത്തെ PT അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5,000-ൻ്റെ ഉള്ളിൽ, 5,000 ആയിട്ടില്ല, 5,000-ൻ്റെ ഉള്ളിലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഫീസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഞാൻ റോബോട്ടിക്സ് ആൻഡ് AI ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് അതും ചോദിച്ചിട്ടുണ്ടായി എങ്ങനെയുണ്ട് കോഴ്സ് എന്നൊക്കെ. പക്ഷേ ഈ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ അറിവിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ BTech സ്ട്രീംസിനും ഏകദേശം ഒരേ ടോപ്പിക്കായിരിക്കും ഫസ്റ്റ് ഇയറിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഇത് നല്ലത് അത് നല്ലത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ടഫാണോ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കോറായിട്ട് പഠിക്കാൻ തുടങ്ങണം. അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ സെക്കൻഡ് ഇയർ മുതലാണ് അതൊക്കെ തുടങ്ങുള്ളൂ. പിന്നെ നിലവിൽ നമ്മുടെ കോളേജിലും പിന്നെ RIT കോട്ടയത്തുമാണ് ഈ ഒരു കോഴ്സ് ഉള്ളത്, റോബോട്ടിക്സ് ആൻഡ് AI. പിന്നെ റോബോട്ടിക്സ് കിട്ടാൻ എത്ര റാങ്ക് വേണം എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോളേജിലത്തെ കാര്യം അറിയില്ല. കാരണം എൻ്റെ കോളേജ് ഈ 2025 മറ്റേ സ്ട്രേ വേക്കൻസി സമയത്താണ് ഈ ഒരു കോഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ റാങ്ക് ഉള്ളവർ, അതായത് ഇപ്പോൾ ഒരു 40,000 ഉള്ളവരൊക്കെ ഈ കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത കൊല്ലത്തെ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മാത്രം ജോയിൻ ചെയ്യുക ഏത് കോളേജിലാണെങ്കിലും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ.